കണ്ണൂരിന്റെ ഹൃദയഭാഗമാണ്, താലൂക്ക് ഓഫീസാണ്. അപ്പോൾ ഇവിടെ നിരവധി ആളുകൾ ഈ ഒരു വലിയ കുഴിയിൽ പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ടാണ് ഈ ഒരു കുഴി ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്? അതായത് വെള്ളം സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും പദ്ധതിയാണോ, അല്ലെങ്കിൽ സർക്കാരിന്റെ പുതിയ പ്രോജക്റ്റുകളാണോ? അല്ല, ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് നമുക്കറിയാം, കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തഹസിൽദാരുടെ ഓഫീസും താലൂക്ക് മറ്റ് ഓഫീസുകളുടെ ഒരു കോംപ്ലക്സാണ് ഇത്. ഇതിന്റെ തൊട്ട് പിറകെയാണ് 2 വില്ലേജ് ഓഫീസുകൾ ചെയ്യുന്നത്. പിന്നെ കണ്ണൂർ 1ഉം 2ഉം കിടക്കാൻ. അതിന്റെ തൊട്ടടുത്ത് നമ്മുടെ ക്യാൻറ്റീൻ്റെ ഒരു നേരത്തെ കളക്ടറേറ്റ് മാറിയ ഒരു ടെമ്പററി ക്യാൻറ്റീൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾ ഇതുവഴി പോവുകയാണ്. എൻ്റെ ഓർമ്മ വെച്ച് 2 വർഷമായി ഇവിടെ ഈ ഒരു കുഴി ഇങ്ങനെ ചളിക്കളമായി കിടക്കുക. ഞാനും ഇവിടെ പലപ്പോഴും ഇവിടെ ക്യാൻറ്റീനിൽ വലിയ പോകുമ്പോൾ പലപ്പോഴും ഞാൻ ഇന്റർലോക്കുകൾ എടുത്ത് ഈ ചളിയിൽ നിന്ന് എല്ലാവരും മുണ്ടൊക്കെ സാരിയൊക്കെ ഇങ്ങനെ കയറ്റപ്പിടിച്ച് നടക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായി 2-3 ഇന്റർലോക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ ആളുകളെ കാലുവെക്കാൻ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇട്ടതായിരുന്നു. പക്ഷെ ഈ വർഷം അതുമില്ല. ഇപ്പം ആളുകൾ നടന്നു പോകുമ്പോൾ ഈ വളരെ ദയനീയമായി, നമുക്കറിയാം, ഈ ചളി അവിടെ ഒഴിവാക്കിക്കൊണ്ട് ഇടത്തും വലത്ത ആളുകൾ തിരിഞ്ഞു പോവുകയാണ്. അതിട്ട് നോക്കണം, വണ്ടികളൊക്കെ ഇതിനകത്ത് വലിയൊരു കുഴിയാണിത്. ഈ നേരെ കാണുന്ന കുഴിയല്ല, വലിയൊരു കുഴി. അത് വണ്ടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിന്റെ ആഴം. അപ്പോൾ ഈ 2 വർഷമായിട്ടും PWയുടെ അണ്ടറിൽ കിടക്കുന്ന ഈ ഒരു സംവിധാനം എന്തുകൊണ്ട് അത് ഒരു ലോഡ് മണ്ണിറക്കി ആ മൈതാനം നേരെ അത് നിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ധൈര്യ കാഴ്ചയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിന്റെ ഉത്തരവ് നമുക്കറിയാം. ഇവിടെ നമുക്കറിയാം നിരവധി തൊഴിലാളി സംഘടനകൾ ഇവിടെയുണ്ട്, അസോസിയേഷനുകളുണ്ട്. പക്ഷെ ആരെങ്കിലും ഒരാൾ, ഞാൻ ഓരോ അസോസിയേഷൻ എടുത്തെടുത്ത് പറയുന്നില്ല, പക്ഷെ ഇത്രയും ജീവനക്കാർ ഇവിടെ കടന്നു പോകുമ്പോൾ ഒരാൾക്ക് പോലും അവിടെ ഒരു 2 കല്ലെടുത്തിട്ടുകൊണ്ട് പബ്ലിക്കിനെ സഹായിക്കണം എന്നുള്ള മനസ്സ് പോലും ഉണ്ടായില്ല. ഇനി അഥവാ അവർ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. എങ്കിലും വഴിപോകുന്നവർക്ക് വേണ്ടിയെങ്കിലും ഒരു 2 ഇന്റർലോക്ക് അവിടെ ഇന്റർലോക്ക് അട്ടിയിട്ടിരിക്കുക, അത് ഇട്ടുകൊണ്ട് അവിടെ ഈ സ്ഥിതി അത് നിലനിർത്താൻ സാധിച്ചിട്ടുള്ള ദയനീയ ഒരു കാഴ്ചയാണ് ഈ മഴക്കാലത്തും ഇന്നും നമ്മളിത് കണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ വരുന്ന ദിവസം ആഗസ്റ്റ് 15 ഭവനമായി നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാനായ രാഷ്ട്രപിതായ മഹാത്മാഗാന്ധിയുടെ നേടിക്കൊടുത്ത സ്വാതന്ത്ര്യ ദിനമാണ് വരുന്നത്. ഇതിന്റെ തൊട്ടപ്പുറം ഗാന്ധിയുടെ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുകയാണ്. ആ ഗാന്ധിജിയുടെ മുൻപിലാണ് ഈ ചളിക്കുളമായി ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഈ സ്ഥിതി കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നന്ദി ആരോട് ചെല്ലുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ മനസ്സിലാക്കണം, എന്തൊരു വിവേചനമാണ്, അല്ലെങ്കിൽ എന്തൊരു നിർവികാരതയാണ്, എന്തൊരു കാഴ്ചപ്പാടാണ് ഇവിടെയുള്ള ആളുകൾക്ക് എന്നുള്ള മനസ്സിലാക്കണം. PWDക്ക് ഒരു ലോഡ് മണ്ണിറക്കാൻ, അല്ലെങ്കിൽ പല സ്ഥലത്തും കളിച്ചു പോരുന്ന ഒരു ലോഡ് ജെല്ലിപ്പൊടി ഇവിടെ കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത, അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഈ ഉദ്യോഗസ്ഥങ്ങളുടെ കാഴ്ചപ്പാട് എനിക്ക് അറിയൂടാ. ശമ്പള ഭാഗം മാത്രമാണോ, അല്ലെ പൊതുജന സേവന ഇതിന്റെ ഭാഗമാണോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. അത്രയും ധൈര്യമായിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എടുത്ത് വെച്ച കല്ല് പോലും ഇന്നില്ല. ഇന്ന് ഇവിടെ ക്യാൻറ്റീനിൽ പോണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ വിജിലൻസ് പോണ്ടെങ്കിൽ, തഹസിൽദാർ മുറിയിലേക്ക് പോകണമെങ്കിൽ ഈ ചളി കടന്ന് വെച്ച് പോകണം. നമുക്കറിയാം, നമ്മൾ സാധാരണ നമ്മൾ കൊട്ടിയൂരൊക്കെ പോകുമ്പോൾ കാണുന്നത് പുഴ കടന്നിട്ട് നമ്മുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് ഈ ഓഫീസിന്റെ, കണ്ണൂരിന്റെ സ്ഥിരാകേന്ദ്രമായ തഹസിൽദാർ ഓഫീസിന് മുൻപിൽ മഹാത്മാഗാന്ധിജിക്ക് പ്രതിമയ്ക്ക് മുൻപിൽ കാണുന്ന ഈ ദയനീയ വിവേചനം, ദയനീയ അവസ്ഥ നമ്മളെ സംബന്ധിച്ചാൽ അത് മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വരുന്ന ആഗസ്റ്റ് 15 മുമ്പായിട്ടെങ്കിലും ഇത് പൊതുജനങ്ങൾക്ക് അതിന്റെ നല്ല രീതിയിലുള്ള ആ അട്ടിവെച്ചാൽ ഇന്റർലോക്കങ്ങൾ ഇവിടുത്തെ പാകാൻ അധികൃതർ അതിനോട് ദയ കാണിക്കണമെന്ന് എന്നെ സംബന്ധിച്ചാലും എനിക്ക് പറയാനുള്ളത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇപ്പൊ ഈ ചളിയിലാണ് കിടക്കുന്നത്. അതെ, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇത് ഏത് സന്ദേശമാണ് ഈ ചളിക്കൊല്ലം കൊണ്ട് ഈ ഉദ്യോഗസ്ഥവൃത്തങ്ങൾ കാണിക്കുന്നതെന്നോ എനിക്കൊന്ന് എന്റെ ചോദ്യത്തിന് ഉത്തരം അവർ പറയേണ്ടതുണ്ട്. PWD ഉത്തരവാദപ്പെട്ട അതിന് മറുപേണ്ടത്. ഇനി അഥവാ PWDക്ക് കണ്ണു തുറന്നില്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന പല ആളുകൾക്കും ഇതിന്റെ ഭവിഷ്യത്ത് ചൂണ്ടിക്കാട്ടാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ദയനീയമാണ്. നമ്മളെപ്പോലത്തെ ആളുകൾ ഇതിന് മുൻകൈ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് ആ ഒരു അവസ്ഥയിലേക്ക് അവിടെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ ചാനലിന്റെ മുമ്പാകെ ഇത് പറയുന്നത്. ഇതെങ്കിലും കണ്ടുകൊണ്ടെങ്കിലും അവരുടെ കണ്ണു തുറക്കട്ടെ എന്നാണ് എനിക്കുള്ള പ്രാർത്ഥന എന്ന് ഞാൻ പറയട്ടെ. ശശിര, മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായി ഈ കണ്ണൂരിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് കണ്ണൂർ മൗണ്ടൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഓരോ ദിവസം വിചാരിക്കുന്നത് വാർത്തകളൊന്നും ഉണ്ടാകല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു ദിവസം പ്രഭാതം കാണുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് ഇതൊക്കെ ഓരോ ദിവസം ചെയ്യിക്കുകയാണ് ഓരോ വിഷയങ്ങളായി. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, കരയുന്ന കുഞ്ഞിനെ പോലുള്ളൂ. വാർത്തകൾ വരുമ്പോൾ മാത്രമേ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണു തുറക്കൂ. അവിടെ അപമാനവും ചിലപ്പം ലജ്ജയും ഒക്കെ വരുമ്പോഴാണ് എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്യേണ്ടതെന്ന് അവരെ സംബന്ധിച്ചോളം അവർക്ക് തോന്നുന്നത്. അല്ലാതെ സ്വമേധയ അവർക്ക് ആർക്കും തന്നെ അതിനൊരു ബോധം ഉണരുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ പോലുള്ള വാർത്തകളുടെ പ്രസക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്.